ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളുണ്ടല്ലോ നമ്മുടെ നമ്മൾ നട്ടില്ലായിരുന്നോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വെണ്ട. ആ വെണ്ടയിൽ ഇതേ പൂവുണ്ടായി, പിന്നെ ഇതേ കായ ഉണ്ടായിക്കണുണ്ടോ, വെണ്ടയ്ക്ക ഉണ്ടായിക്കണുണ്ടോ, കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? വെണ്ടയ്ക്ക ഉണ്ടായിട്ടോ. ഇവിടെയൊക്കെ ഞാൻ നട്ടിട്ടുണ്ട്. അതിൽ പൂവുണ്ടായി നിൽക്കണ നോക്കിയേ. കുറച്ച് പുഴുവൊക്കെ തിന്നുണ്ടാവും, നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഈ പുഴു തിന്നതിനേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. കണ്ടോ, നല്ല രസമല്ലേ പൂവൊക്കെ? നല്ല ക്രീം കളർ പൂവ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമില്ലേ നമുക്ക്? നട്ടിട്ട് കായൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് സന്തോഷമില്ലേ? അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് നട്ടുപിടിപ്പിച്ചിട്ട് അവരവരുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കുമ്പോൾ നമുക്ക് ഷുഗറിൻ്റെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് വെണ്ടയ്ക്ക. എന്തിനാണെന്നറിയാവോ? നീർക്കെട്ട് കുറയ്ക്കണേ. നമ്മുടെ പാൻക്രിയാസിൻ്റെ ഗ്രന്ഥിക്ക് നീർക്കെട്ട് കുറയ്ക്കുന്ന സാധനമാണ് വെണ്ടയ്ക്ക. ഓക്കെ, നമുക്കുണ്ടല്ലോ ഇനി നമുക്ക് ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. അത് പറിക്കാൻ പോയാലോ? പറിക്കാൻ പോവാം. ഇത് നോക്കിയേ, നമ്മുടെ മരച്ചീനി ഓർക്കണുണ്ടോ? മധുരക്കിഴങ്ങെന്ന് പറയും. നമ്മുടെ റെഡ് കളർ മധുരക്കിഴങ്ങെന്ന് പറയും. നമ്മൾ അന്ന് കാണിച്ചു തന്നില്ലായിരുന്നു എൻ്റെ വീഡിയോയിൽ. അതിപ്പോൾ വളർന്നിട്ടുണ്ട്. നമുക്കിത് ഇതിൻ്റെ കൂമ്പിൻ്റെ ഇല പറിച്ചെടുക്കാമല്ലോ. ഇതെങ്ങനെ പറിച്ചെടുക്കാം നമുക്ക്? ഈ കൂമ്പിൻ്റെ ഇലയാണ് നമ്മൾ കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് പറിച്ചെടുക്കാം കേട്ടോ. പശയുണ്ട് അതിന്. കത്തിരി വെച്ച് തന്നെ നമുക്ക് ഒടിച്ചെടുക്കാം, അല്ലെങ്കിൽ ആ പശ മുഴുവൻ നമ്മുടെ കൈമ. ഇത് കൂമ്പല ഉണ്ടോ? ഇതിങ്ങനെ എടുക്കണം. കൂമ്പലയാണ് നമ്മൾ കറി വെക്കണേ. ഈ കൂമ്പല എടുത്ത് നമുക്ക് കറി വെക്കാം കേട്ടോ. ഇതിൻ്റെ കൂമ്പല എല്ലാം എടുക്കണം. ഇത് നല്ല സാധനമാണ്, നമ്മുടെ ഷുഗറിന് ബെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതെടുത്ത് കറി വെക്കണം. നല്ല കുറച്ചെടുത്തോട്ടോ, കുറച്ചല്ലേ കിട്ടിയുള്ളൂ. എങ്കിലും ഞാൻ തോരൻ ഉണ്ടാക്കാം. ഷുഗറിന് ബെസ്റ്റാണ്. നിങ്ങളത് ഉണ്ടാക്കി എല്ലാവരും ഇതൊരെണ്ണം നട്ടുപിടിപ്പിക്കണം, ഉണ്ടാക്കണം കേട്ടോ. ഞാൻ തോരൻ ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചും കൂടി തരാം കേട്ടോ. ഞാൻ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് കറി വെക്കാം കേട്ടോ. അരിഞ്ഞെടുത്തു. നമുക്ക് ഒലത്താൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയട്ടെ. നമുക്ക് ദേ കണ്ടോ, തേങ്ങ വേണം, ചുമന്നുള്ളിയും വെളുത്തുള്ളിയും പിന്നെ വേപ്പിലയും കാന്താരിമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി നിങ്ങൾ എടുത്തോട്ടോ. അതെന്തിനാന്ന് പറഞ്ഞു തരട്ടെ. ഷുഗർ നമ്മുടെ നോർമലാവാൻ വേണ്ടിയിട്ടാട്ടോ. ഇഞ്ചി കഴിച്ചാൽ നമുക്ക് ഏറ്റവും നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, അതുകൊണ്ടാട്ടോ. അപ്പം നമുക്കിത് ചതച്ചിട്ട് വരാം കേട്ടോ. ഹലോ, നമുക്കിനി ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഞാൻ പാൻ കത്തിച്ചു എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചുമന്നുള്ളിയും നമ്മുടെ ചുമന്നുള്ളിയും പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, കാന്താരിമുളകും ഇഞ്ചിയും വേപ്പിലയും തേങ്ങയും എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഉലത്തിയെടുക്കാം. ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പൊ നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തേക്കാം. അതും കൂടി അവിടെ കിടന്നൊന്ന് ഫ്രൈ ആയി വരുമ്പോ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടോ. ഞാൻ ഒരു സ്പൂണേ ഇടുന്നുള്ളൂ, എനിക്കത് മതി. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ എന്റെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം.
മഞ്ഞപ്പൊടി ഇച്ചിരി കൂടുതലിട്ടെന്ന് വെച്ചാൽ നല്ലതാട്ടോ. എന്താന്നറിയാമോ, അതിൽ നല്ല ഇത് കിട്ടും. നല്ല മഞ്ഞപ്പൊടി ഏറ്റവും നല്ല ബെസ്റ്റ് സാധനമാണ് നീർക്കെട്ടൊക്കെ മാറാനുള്ള ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഒലത്തുമ്പോഴൊക്കെ ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഇച്ചിരി കൂടുതലിട്ടാ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ എല്ലാരും പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും, ഓ ഇത് അപ്പടി കാരം ചോദിക്കാണെന്നൊക്കെ പറയും. അതൊന്നും നോക്കണ്ടെന്നേ, നമുക്ക് ഇപ്പോ നമ്മുടെ ഷുഗർ മാറാന്നല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇത് ഒന്ന് വരണ്ടു വരട്ടെ. അപ്പൊ നമുക്ക് എല്ലയിട്ട് കൊടുക്കാം. നമുക്ക് എല്ലയിട്ട് കൊടുത്താലോ? എല്ലയിട്ട് കൊടുക്കാട്ടാ. നമ്മുടെ ഈ ഇല കഴിച്ചാലുണ്ടല്ലോ നല്ല സൂപ്പർ സാധനമാണ്. നമ്മുടെ ഷുഗറിന് പെട്ടെന്ന് നീർക്കെട്ട് വലിക്കും. നീർക്കെട്ട് നമ്മുടെ പാൻക്രിയാസിന്റെ ഗ്രന്ഥിയുടെ നീർക്കെട്ട് കുറയ്ക്കുമെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. അപ്പൊ എന്റെ വീട്ടിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇത്രയും നാൾ. അപ്പൊ ഞാനിത് ഇപ്പോഴാട്ടോ നട്ടുപിടിപ്പിച്ചത്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇല്ലാന്ന് വെച്ചിട്ട് ഒന്നും നിങ്ങൾ വിഷമിക്കണ്ട. ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥലമില്ലാത്തവരും വിഷമിക്കണ്ട. ഏതെങ്കിലും നമ്മളൊരു ചാക്കിലോ ഒരു ബാഗ് പോലത്തെ സാധനങ്ങൾ എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ അതില് നട്ട് പിടിപ്പിച്ചാ മതി. എവിടെന്നെങ്കിലൊക്കെ നമുക്ക് ഈ ഇത് കണ്ടു കിട്ടുവാണെങ്കിൽ അങ്ങനെ മേടിക്കാം, അല്ലെങ്കിൽ മേടിക്കാൻ കിട്ടും കൃഷിഭവനിൽ പോയി കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങളത് വാങ്ങിച്ചിട്ട് അതിന്റെ തണ്ടുകൾ നടുക. എന്നിട്ട് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കാട്ടോ. എന്നാലാണ് നമ്മുടെ ഇത് കുറയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ തുറന്നു വെച്ച് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ വെള്ളത്തിന്റെ അംശമൊക്കെ ഇതാവില്ല. ഇന്ന് നമ്മുടെ വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് ആയിക്കോളും. ഒന്ന് തുറന്നു വെച്ചാൽ മതി, ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു പോകാൻ വേണ്ടി. പെട്ടെന്ന് ഈ സാധനം റെഡി ആവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് തുറന്നിട്ട് കഴിച്ചോട്ടോ. ഒരു 10 മിനിറ്റത്തെ കാര്യമുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് അത് റെഡിയാവും. അല്ലെങ്കിൽ മൂടി വെക്കുമ്പോൾ വെള്ളം മൊത്തം ഇതിലേക്ക് വീഴും. അപ്പൊ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നിങ്ങൾക്ക് കഴിക്കാനായിട്ട്. നല്ലോണം വരണ്ടിരിക്കും. അപ്പൊ 10 മിനിറ്റ് അവിടെ കിടന്നൊന്ന് വേകട്ടെ, എന്നിട്ട് നമുക്ക് വരാം. അപ്പൊ ഹലോ, നമ്മുടെ കറി റെഡി ആയിട്ടോ. കണ്ട 10 മിനിറ്റത്തെ കാര്യമുള്ളൂ. അപ്പൊ നമ്മള് കറി ഓക്കെ ആയി, വെന്തു. ഇനി അതെല്ലാവരും എന്നെ ഇത് ചെയ്ത് നോക്കിയിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ഒക്കെ ചെയ്യണം കേട്ടാ. എന്നാലാണ് നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോ ഈ സാധനമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോ നമുക്കത് സന്തോഷല്ലേ. എൻ്റെ വീട്ടിൽ ഉണ്ടായപ്പോ എനിക്ക് സന്തോഷായി. അപ്പൊ അതുപോലെ നിങ്ങളും എന്തെങ്കിലും ബാഗുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ചാക്കൊക്കെ കിട്ടൂലേ, അതിലൊക്കെ വെച്ച് നിങ്ങൾ പിടിപ്പിക്കുക, ഉണ്ടാക്കുക, കഴിക്കുക. അപ്പൊ അവരവരുടെ വീട്ടിൽ നിന്ന് പറിക്കുമ്പോൾ അവരവർക്ക് നല്ല മനസ്സിനൊരു സന്തോഷം കിട്ടും. അതുപോലെ വിഷം അടിക്കാത്ത സാധനവും കിട്ടും. അപ്പൊ അതാണ് നമ്മൾ ഈ വിഷമൊക്കെ എന്തിനാണ് മേടിച്ച് ഇങ്ങനെ തിന്നിട്ട് എന്താ കാര്യം? നമുക്ക് വിഷം അടിക്കാത്ത സാധനം കിട്ടുമ്പോൾ നമുക്ക് സന്തോഷല്ലേ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിക്കുക. എന്നിട്ട് ഷുഗർ കുറഞ്ഞോ ഇല്ലയോ എന്ന് എന്നോട് കമന്റ് ചെയ്യുക കേട്ടാ. ഓക്കെ എന്നാ, ഓക്കേ.